മനുഷ്യരെ തെണ്ടികളാക്കുന്ന ദൈവം, തെണ്ടികളുടെ ദൈവം. ഏവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഒരുപക്ഷെ ഈ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ആർക്കും അത്ര പരിചയമില്ലാത്ത അല്ലെങ്കിൽ കേൾക്കാൻ സുഖമില്ലാത്ത ഒരു വിഷയമാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ടും ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്നതിൻ്റെ യുക്തി ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഏതാണ്ട് ഒട്ടുമുക്കാലും കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതിനു മുൻപ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കേന്ദ്രീകരിച്ചിരുന്നു. എന്നാൽ ഗാസയിൽ ഈ യുദ്ധം ആരംഭിച്ചതോടെ ആ ശ്രദ്ധ ഏതാണ്ട് ഭൂരിപക്ഷവും അങ്ങോട്ടേക്ക് തിരിഞ്ഞു എന്നത് നമ്മൾക്കറിയാം. നല്ലൊരു പക്ഷേ നാം ചിന്തിക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം, ഇസ്രയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പക്ഷേ പലർക്കും അറിഞ്ഞുകൂടായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഞാൻ ആ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ അന്വേഷണം തുടങ്ങട്ടെ. ഇസ്രയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഫൈറ്റ്സ് എന്നാണ്. ഗോഡ് ഫൈറ്റ്സ്, ദൈവം യുദ്ധം ചെയ്യുന്നവനാണ്. അപ്പോൾ ഇസ്രയേൽ എന്ന ജനം അവരുടെ സ്വത്വം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി അത് അവരുടെ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ്. ആ ദൈവമോ, ആ ദൈവത്തിന് പഴയ നിയമത്തിലുള്ള ഒരു പേര് യാഹ്വേ സെബയോത്ത് എന്നാണ്. യാഹ്വേ സെബയോത്ത്, യാഹ്വേ എന്ന് പറഞ്ഞാൽ ദൈവം. രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ് യഹൂദന്മാർ ദൈവത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് എൽ ഓർ ഇലോഹിം, രണ്ട് യാഹ്വേ ഓർ ജിഹോവ. പിന്നെ മൂന്നാമത്തെ പദമാണ് ദ ലോഡ്. ദ ലോഡ് എന്ന് പറഞ്ഞാൽ അഡോനായ് എന്ന അർത്ഥമാണ്. ഈ മൂന്ന് പദങ്ങളാണ്, പക്ഷേ പ്രധാനമായും ഈ രണ്ട് പദങ്ങളാണ്, എലോഹിം ആൻഡ് യാഹ്വേ. അപ്പോൾ ഇസ്രയേൽ എന്ന പദത്തിൻ്റെ അർത്ഥം യുദ്ധം ചെയ്യുന്ന ദൈവം എന്നാണ്. എൽ ഇസ്രയേൽ, ഗോഡ് ഹു ഫൈറ്റ്സ്, യുദ്ധം ചെയ്യുന്ന ദൈവം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രയേലികൾ ദൈവത്തെ യുദ്ധത്തിൻ്റെ ദൈവമായി മാത്രം കണ്ടത്, അല്ലെങ്കിൽ പ്രധാനമായും അങ്ങനെ ദൈവത്തെ അറിയുകയും ആരാധിക്കുകയും ചെയ്തത്? അവർ ഊടാടി നടന്നപ്പോൾ അവർക്ക് വിവിധമായ ആൾക്കൂട്ടങ്ങളോട്, പീപ്പിൾസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ട്രൈബുകളോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. ഭൂമിയുടെ പരപ്പിലുള്ള അവരുടെ വാസം സംഘർഷത്തിൻ്റെ വാസമായിരുന്നു. അവരുടെ നിലനിൽപ്പ് യുദ്ധത്തിൽ കൂടെ മാത്രമേ നിലനിർത്തുവാൻ സാധിക്കുമായിരുന്നു. ആ ഒരവസ്ഥയിൽ അവർക്ക് അവരിൽ നിന്ന് അതീതമായി വർത്തിക്കുന്ന ദൈവസങ്കല്പം, ആ ദൈവസങ്കല്പത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ഏറ്റവും ആവശ്യമായിരുന്നത് യുദ്ധത്തിൽ വീര്യം കാണിക്കുന്ന, അവരുടെ യുദ്ധം അവർക്ക് വേണ്ടി വിജയിച്ചു നൽകി അവരെ സംരക്ഷിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ്. അതുകൊണ്ട് യഹൂദന്മാർ അക്കാലം അത്രയും ദൈവത്തെ അറിഞ്ഞത് യുദ്ധവീരനായ ദൈവം, ഗോഡ് ദ സുപ്രീം വാറിയർ. നമുക്കറിയാം, ചരിത്രത്തിൽ, പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രത്തിൽ ഇസ്രയേലികൾ യുദ്ധ നിപുണരായിരുന്നു. അവരെക്കാൾ 10 ഇരട്ടി സംഖ്യാബലമുള്ള സൈനികരെ തോൽപ്പിച്ച, അവരുടെ മേൽ വിജയം കൈവരിച്ച ചരിത്രമാണ് ഇസ്രയേലിനുള്ളത്. അങ്ങനെയുള്ള എല്ലാ യുദ്ധങ്ങളിലും
അവർക്ക് വിജയം സുനിശ്ചിതമാക്കി കൊടുത്തത് അവരുടെ ദൈവമായിരുന്നു. ആ ദൈവം അതുകൊണ്ട് തന്നെ യുദ്ധവീരനായിരുന്നു. യുദ്ധത്തിൽ നൈപുണ്യമുള്ള ദൈവത്തിന് മാത്രമേ നിരന്തരമായ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ജനത്തോട് സഖ്യം പാലിക്കുവാനും അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുവാനും സാധ്യമാകുകയുള്ളൂ എന്നതുകൊണ്ട് യഹൂദന്മാർ ദൈവത്തെ അറിഞ്ഞത് യുദ്ധവീരനായ ദൈവം എന്നാണ്. യാഹ്വേ സിബയോത്ത് എന്നതിൻ്റെ അർത്ഥം ദൈവം യഹൂദന്മാരുടെ പ്രമുഖ പടയാളിയാണ്. ദ സുപ്രീം ലീഡർ ഓർ ദ സുപ്രീം കമാൻഡർ ഓഫ് ദി ആർമീസ് ഓഫ് ഇസ്രയേൽ. ഇസ്രയേൽ ആരാണ്? ഇസ്രയേൽ അവരുടെ അസ്തിത്വം തന്നെ, അവരുടെ സ്വത്വം തന്നെ യുദ്ധം ചെയ്യുന്ന ദൈവം, ഗോഡ് ഹൂ ഫൈറ്റ്സ്, ദ ഗോഡ് ഓഫ് വാർ. ദൈവത്തെ പിന്നറിയുന്നത് യാഹ്വേ സിബയോത്ത് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ പട്ടാളത്തിൻ്റെ ദൈവം. ഇത് ഞാൻ സൂചിപ്പിക്കുന്നതിൻ്റെ കാര്യം, പലപ്പോഴും നാം അവഗണിക്കുന്നൊരു യാഥാർത്ഥ്യം, നാം ദൈവത്തെ എപ്രകാരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ പ്രത്യേകതയാണ്. മനുഷ്യരുടെ ഒരു സ്വഭാവം ഒന്നിനെയും അതിൽ തന്നെ എന്ത് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള ക്ഷമയില്ല. പിന്നെ നാം എന്താണ് ചെയ്യുന്നത്? എല്ലാറ്റിനെയും നമ്മുടെ സൗകര്യത്തിന് വളച്ചൊടിച്ച് അതുകൊണ്ട് എന്തെല്ലാം വിധത്തിൽ നമുക്ക് ലാഭമോ സംരക്ഷണമോ പ്രാപിക്കാം എന്ന ഒരേ ഒരു താല്പര്യത്തിൽ മാത്രമേ സഹസൃഷ്ടികളോടാണെങ്കിലും ദൈവത്തോടാണെങ്കിലും നാം ഇടപെടുകയുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യ സ്വഭാവത്തെ നിരീക്ഷിച്ചിട്ടുള്ള എല്ലാവരും പറയുന്നത് മനുഷ്യൻ ആത്യന്തികമായി ഒരു സ്വാർത്ഥമതിയായ മൃഗമാണ്. മാൻ ഈസ് എ സെൽഫിഷ് ആനിമൽ. സ്വാർത്ഥത കൊണ്ട് മാത്രമേ മനുഷ്യൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് മാത്രവുമല്ല, ആ സ്വാർത്ഥതയാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടും പ്രവർത്തന രീതിയും എന്നതുകൊണ്ട് ഓരോ വ്യക്തിയും ഓരോ വ്യക്തികളുടെ കൂട്ടങ്ങളും, പീപ്പിൾസ് ഗ്രൂപ്പ്, അവരുടെ സങ്കല്പങ്ങൾ അവിടെ വ്യക്തിപരമായും സമൂഹമായുമുള്ള താല്പര്യങ്ങളെ മാത്രം ആസ്പദമാക്കി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് നാം ഇത് ഓർത്തിരിക്കണമെന്ന് ചോദിച്ചാൽ, നാം വച്ചു പുലർത്തുന്ന ദൈവസങ്കല്പങ്ങൾ ഏത് തോതുവരെ യഥാർത്ഥത്തിൽ ദൈവീകമാണ്, ആത്മീകമാണ് എന്നതിനെപ്പറ്റി ഒരു അവലോകനം നിരന്തരം നടത്തേണ്ട ആവശ്യമുണ്ട്. നാം ദൈവത്തിൻ്റെ പേര് എടുത്ത് ചില കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നാം പറയുന്ന കാര്യം ദൈവികമാകണമെന്നില്ല. ഉദാഹരണമായിട്ട് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ അന്നത്തെ പോപ്പിൻ്റെ ആ ഒരു നിർദ്ദേശത്തെ അനുസരിച്ച് യൂറോപ്പിലെ രാജാക്കന്മാർ എല്ലാവരും കൂടെ സംഘടിച്ച് കുരിശ് യുദ്ധം ആവിഷ്കരിച്ചു. ദീർഘനാൾ നീണ്ടു നിന്ന കുരിശ് യുദ്ധം, ലക്ഷക്കണക്കിന് ആളുകൾ പട്ടുപോയി. ആ സമയമൊക്കെയും ഈ കുരിശ് എന്ന ആശയത്തെപ്പറ്റി, എന്ന ഈ ഒരു പ്രതീകത്തെപ്പറ്റി ഏത് അനുഭവമാണ്, ഏത് ആശയമാണ് ഈ കുരിശ് യുദ്ധം പ്രഖ്യാപിച്ചവരുടെ ഉള്ളിലും ആ കുരിശ് യുദ്ധം പാവനമാണ് എന്ന് വിചാരിച്ചവരുടെ ഉള്ളിലും ആ യുദ്ധത്തിൽ പോയി മരിച്ചുപോയ സന്തോഷത്തോടെ ആവേശത്തോടെ ജീവൻ ആഹൂതി ചെയ്ത ലക്ഷക്കണക്കിന് പടയാളികളുടെ ഉള്ളിലും നിലനിന്നിരുന്നത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വേണ്ട, കുറച്ചുകൂടെ കഴിയുമ്പോൾ 16-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് സ്പെയിൻ കേന്ദ്രീകൃതമായി കത്തോലിക്ക സഭയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വലിയ നരഹത്യ, അതിന് സ്പാനിഷ് ഇൻക്വിസിഷൻ എന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാം. അത് ക്രിസ്ത്യാനികൾ വിശ്വാസികളോട്, ക്രിസ്ത്യൻ വിശ്വാസികൾ, അതായത് കുറച്ചുകൂടെ സത്യം അറിയണമെന്നും ആടും മാടും പോലെ ഇരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നും ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അന്വേഷണ ബുദ്ധിയെ ഉപയോഗിച്ച് ദൈവികമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ
കരുപ്പിടിപ്പിക്കണമെന്നുമുള്ള താല്പര്യം കാണിച്ച ഏവരോടും സഭ ചെയ്ത അവിസ്മരണീയമായ ക്രൂരത. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി. അതും ദൈവത്തിൻ്റെ പേരിലായിരുന്നു, സത്യവിശ്വാസത്തിൻ്റെ പേരിലായിരുന്നു. അങ്ങനെ ഈ ക്രൂരകൃത്യം നിർവഹിക്കുകയും അതിന് സാരഥ്യം നൽകുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കും ഒരു ദൈവസങ്കല്പമുണ്ടായിരുന്നു. ആ സങ്കല്പം എന്തായിരുന്നു? ഇന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ കത്തോലിക്കർക്ക് പോലും പോപ്പിന് പോലും അത് ലജ്ജാകരമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ അന്ന് ദൈവത്തോട് കാണിച്ച ഭക്തിയാണ് സഭയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളെ കൊന്നൊടുക്കുക. അതിന് ദൈവത്തിൻ്റെ പേര്, പ്രത്യേകിച്ച് യേശുവിൻ്റെ പേര്, യേശുവിൻ്റെ ക്രൂശൊക്കെ ഉപയോഗിച്ചു. എന്നാൽ അത് ഇന്ന് ക്രിസ്ത്യാനികൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ലജ്ജാകരമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അന്നത്തെ ദൈവസങ്കല്പവും ക്രൂശിനെ പറ്റിയുള്ള അറിവും ക്രിസ്ത്യൻ മതത്തെയും ആത്മീയതയെ പറ്റിയുള്ള ധാരണയും തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ നാം മറന്നു പോകരുത്. അത് പരിഗണിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രാപിക്കാവുന്ന നന്മ, നാം കാലാകാലങ്ങളിൽ വച്ചു പുലർത്തുന്ന ദൈവസങ്കല്പങ്ങൾ ഒരു പക്ഷേ അസ്ഥാനത്തായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞതുപോലെ നിങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തും. സത്യത്തെ അന്ത്യം വരെയും അന്ത്യശ്വാസം വരെയും അന്വേഷിപ്പാൻ നമുക്കേവർക്കും കടമയുണ്ട് എന്ന ഒരു തിരിച്ചറിവും അതിൽ കൂടെ ലഭിക്കുമ്പോൾ നാം സത്യവിശ്വാസത്തോട് കുറച്ചുകൂടെ അടുക്കുന്നു എന്നതാണ് ഏറ്റവും ആവേശജനകമായ ഒരു തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ ഈ കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇനിയും ഒരു പടി കൂടെ മുൻപോട്ട് ചിന്തിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഈ കാലങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇന്ന് നാം ദൈവത്തെ എങ്ങനെയാണ് അറിയുന്നത്? ബഹുഭൂരിപക്ഷം ആളുകളും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ദൈവത്തെ അറിയുന്നത് ഇസ്രയേൽ അന്നറിഞ്ഞതുപോലെ യുദ്ധം ചെയ്യുന്ന ദൈവമായിട്ടോ അല്ലെങ്കിൽ ഇസ്രയേലി ആർമിയുടെ സുപ്രീം കമാൻഡറായിട്ടോ അല്ല. ഇന്ന് നാം ദൈവത്തെ അറിയുന്നത് അർഹിക്കാത്ത ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും വാരിക്കോരി നമുക്ക് നൽകുന്ന ഒരു ക്രിസ്മസ് ഫാദർ, കോസ്മിക് ക്രിസ്മസ് ഫാദറായിട്ടാണ് നാം ദൈവത്തെ അറിയുന്നത്. അത് പ്രോസ്പെറിറ്റി ഗോസ്പൽ കൊണ്ട് മാത്രമല്ല. പ്രോസ്പെറിറ്റി ഗോസ്പൽ അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്, ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്. എന്നാൽ ആ കാഴ്ചപ്പാടാണ് നമ്മുടെ ക്രിസ്തീയ മതജീവിതത്തെ ആദ്യം മുതൽ അവസാനം വരെ നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾ അല്പം ചിന്തിച്ചാൽ മനസ്സിലാകും. നാം ദൈവത്തോട് ബന്ധം പുലർത്തുന്നത്, ദൈവമെന്ന് നാം സങ്കല്പിക്കുന്നത്, ദൈവമാണോ അല്ലയോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. നാം ദൈവമെന്ന് സങ്കല്പിക്കുന്ന ആ ഒരു സങ്കല്പത്തോട് അല്ലെങ്കിൽ ആ ഒരു വിശ്വൈക വ്യക്തിത്വത്തോട്, കോസ്മിക് പേഴ്സണാലിറ്റി നാം ബന്ധം പുലർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? വല്ലതും പ്രാപിക്കുന്നതിന്, കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ ഒരു ബലഹീനത, ഈ ഒരു തരം താണ മത കാഴ്ചപ്പാട് എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നു. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തികളിലും ഭിക്ഷയാചിക്കുന്നവരെ ചിത്രീകരിക്കുന്നു. ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ ബർത്തിമായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ യേശുവിനെ കണ്ടെത്തുമ്പോൾ അവൻ അറിയാതെ തന്നെ അവൻ്റെ ഉള്ളിലൊരു മാറ്റം വരികയാണ്. യേശുവിൻ്റെ സാമീപ്യത്തിൽ അവന് വേണ്ടത് ഭിക്ഷയല്ല, അവന് വേണ്ട കാഴ്ചയാണ്. മനസ്സിലാക്കുക, അതിമനോഹരമായൊരു സംഭവമാണ്. യേശുവിൻ്റെ കാലൊച്ച അന്ധനായ ഭർത്യമായി ആ വഴിയരികിൽ കേട്ടപ്പോൾ ആ ശബ്ദത്തിൽ കൂടെ അവൻ്റെ ഉള്ളിലൊരു വലിയ മാറ്റം വരികയാണ്.
അതുവരെ കടന്നുപോയ എല്ലാവരോടും ഭിക്ഷ യാചിച്ച ബർത്തിമായി എന്ന് പറഞ്ഞാൽ തിമായിയുടെ മകനെന്ന അർത്ഥമുള്ള അവൻ്റെ പേരല്ല, അവൻ്റെ അപ്പൻ്റെ പേരാണ് തിമായി, തിമയസ്, തിമായി. എന്ന് പറഞ്ഞാൽ സൺ ഓഫ്, പുത്രൻ, ഇന്നയാളിൻ്റെ പുത്രൻ. ഇപ്പം നമ്മുടെ ഭാരതത്തിൽ പറഞ്ഞില്ല രാമൻ്റെ പുത്രൻ എന്ന് പറയുന്നത് പോലെ, അത് അവൻ്റെ പേരല്ല, അവൻ്റെ അപ്പൻ്റെ പേരാണ് രാമൻ എന്ന പോലെ. അപ്പോൾ അവന് പിറവിയിൽ കണ്ണുപൊട്ടനായിരുന്നത് കൊണ്ട്, കുരുടനായതുകൊണ്ട് അവന് ഒരു പേര് പോലും കൊടുക്കാൻ ആരും മെനക്കെട്ടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അന്ന് വരെ അവൻ ആ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ട് തെണ്ടിക്കൊണ്ടിരുന്നു. അനേക പുരുഷന്മാർ അതിലെ കടന്നുപോയി. ചിലരൊക്കെ അവന് ഭിക്ഷ കൊടുത്തു. അവനതുകൊണ്ട് ഉപജീവനം കഴിഞ്ഞു വന്നു. എന്നാൽ യേശുവിൻ്റെ കാലൊച്ച അവൻ്റെ ജീവിതത്തിൻ്റെ പര്യമ്പുറത്തെത്തിയപ്പോൾ അവൻ്റെ ഉള്ളിലൊരു വലിയ വിടുതലുണ്ടാകുകയാണ്. അവനിനി വേണ്ടത് ഭിക്ഷയല്ല, ഇനിയും വേണ്ടത് മറ്റുള്ളവരുടെ ഔദാര്യമല്ല. അവൻ തിരിച്ചറിഞ്ഞു, എനിക്ക് വേണ്ടത് കാഴ്ചയാണ്. ഈ നടന്നു വരുന്നവൻ ഭിക്ഷ തരുന്നവനല്ല. ഭിക്ഷ തരുന്നവൻ മനുഷ്യരെ ഭിക്ഷക്കാരായി മാത്രം സന്ധിപ്പാൻ താല്പര്യമുള്ളവനാണ്. ഈ കടന്നു വരുന്നവൻ ജീവൻ്റെ വെളിച്ചമാണ്. അവൻ മറ്റുള്ളവരെ സമൃദ്ധമായ ജീവനിലേക്ക് നയിക്കുന്നവനാണ്. അതുകൊണ്ട് അവനുമായി ഞാൻ ബന്ധം പുലർത്തേണ്ടത് ചില്ലറ കാശിൻ്റെ ആനുകൂല്യത്തിലല്ല, കാശിൽ നിന്ന് കാഴ്ചയിലേക്കുള്ള അതിമനോഹരമായ ഒരു യാത്രയുടെ കഥയാണതെന്ന് ഒരു പക്ഷേ ആരും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അത് ഒരു ദൈവസങ്കല്പത്തിൽ വരുന്ന വ്യതിയാനമാണ്, മാറ്റമാണ്. എന്നാൽ ആ ഒരു തലത്തിലേക്ക് നമുക്ക് വളരുവാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ മറ്റൊരു ഉദാഹരണമാണ് പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ അമ്പലത്തിൻ്റെ പടിവാതിക്കൽ നിന്നൊരുത്തൻ ഭിക്ഷ യാചിക്കുകയാണ്. അവൻ അന്ന് വരെ കണ്ട ആളുകൾ അവൻ എന്തുകൊണ്ടാണ് അമ്പലത്തിൻ്റെ അടുത്തിരുന്ന് ഭിക്ഷ യാചിക്കുന്നത്? അമ്പലത്തിൻ്റെ അടുത്ത് വരുമ്പോഴാണ് മനുഷ്യർ കുറച്ചുകൂടെ അവിടെ അത്യാർത്തി കുറയ്ക്കുകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് സഹകരിച്ചാൽ ദൈവം എന്നെ കുറച്ചുകൂടെ ശ്രദ്ധിക്കുമെന്ന കല്ല് പോലെയുള്ള ഹൃദയങ്ങൾ അല്പം ഉരുകാൻ സാധ്യതയുള്ളത് അവർ പള്ളിയുടെ അടുത്തോ അമ്പലത്തിനടുത്തോ വരുമ്പോഴാണ് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭിക്ഷ യാചിക്കുന്നവർ കൂടുതലും ഞായറാഴ്ച പള്ളിയുടെ മുറ്റത്തും അല്ലാത്ത ദിവസങ്ങളിൽ അമ്പലങ്ങളുടെ മുറ്റത്തുമൊക്കെ പോയിരുന്ന് ഭിക്ഷ യാചിക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ അന്ന് യേശുവിൻ്റെ അനുയായി ആയതുകൊണ്ട് മനുഷ്യ ജീവിത യാഥാർത്ഥ്യങ്ങളെ അല്പം വ്യത്യസ്തമായി തിരിച്ചറിയുവാൻ പരിശീലനവും കൽപ്പും പ്രാപിച്ച പത്രോസ് അവനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്നെ കാണുന്നുണ്ടോ? മനുഷ്യനെ കാണാൻ നിനക്ക് കഴിവുണ്ടോ? നീ മനുഷ്യനെ കാണാൻ കഴിവ് പ്രാപിച്ചാൽ നീ നിന്നെ തന്നെ വ്യത്യസ്തമായിട്ട് കാണും. അതിൽ നിന്ന് മാത്രമേ യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് തിരിയുവാൻ നിനക്ക് സാധ്യമാകുകയുള്ളൂ. അങ്ങനെ അവന് പുതിയൊരു കാഴ്ചപ്പാട് ലഭിക്കുകയാണ്. അന്ന് അവൻ്റെ തെണ്ടൽ ഭിക്ഷ യാചിക്കുന്ന പരിപാടി അന്ന് അതോടെ അവസാനിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് പതിനെട്ടിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യനെപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ അവനെ തന്നെ ഒരു തെണ്ടിയായി അധപ്പതിപ്പിക്കുകയാണ്. ആ ഒരു അധപ്പതനം എത്ര വലുതാണ് എന്നവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ വിരോധാഭാസം ദൈവത്തോടുള്ള ബന്ധത്തിൽ കൂടെ മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യത അനുദിനം മെച്ചപ്പെടുത്തേണ്ടതിന് പകരം അവൻ കൂടുതൽ അധോഗതി, അവൻ താഴേക്ക് പോവുകയാണ്. തീരെ മനുഷ്യത്വം ഇല്ലാതാകാൻ മാത്രം മനുഷ്യരെ സഹായിക്കുന്ന ഒരു ശാപമായി മതം ഈ കാലത്ത് പ്രത്യേകിച്ച് അധപ്പതിച്ച് പോയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നതിൽ അതിശയോക്തിയില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ മത തീവ്രത കൊണ്ട് അല്ലെങ്കിൽ മതത്തിൻ്റെ എരിവ് കൊണ്ട് മനുഷ്യനാകുന്നതിന് പകരം അവൻ തെണ്ടിയായി പോവുകയാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. എന്നാൽ ഇത് സംഭവിക്കുന്നതിൻ്റെ മൂല കാരണം എന്താണ്? നമ്മുടെ ദൈവസങ്കല്പമാണ്. നമുക്ക് ദൈവം ആരാണ്? നമുക്ക് ഭിക്ഷ തരുന്ന യജമാനനാണ് ദൈവം.
അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോഴും നാം ആരാധിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും ദാനധർമ്മം ചെയ്യുമ്പോഴും കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും പിന്നെ ഹോൾസെയിൽ അത്ഭുത രോഗശാന്തിക്കാരുടെ കഥകൾ ചെന്ന് മുട്ടുമ്പോഴും ഒക്കെയും നാം ദൈവത്തിൻ്റെ പേരിൽ തെണ്ടുകയാണ്. അർഹിക്കാത്ത ആനുകൂല്യത്തിന് വേണ്ടി നാം കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നില്ല. കാരണം എന്താണ്? അത് നാം വെച്ച് പുലർത്തുന്ന ദൈവസങ്കല്പമാണ്. നാം ദൈവത്തെ ഇപ്രകാരം മാത്രമായി തിരിച്ചറിയുമ്പോൾ ദൈവമെന്ന് പറയുന്ന ആ ഒരു വലിയ ആശയത്തിൽ പ്രതിഭാസത്തിൽ അടങ്ങിയിരിക്കുന്ന സാധ്യത നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തന്നുകൊണ്ടിരിക്കുക. നമ്മൾ ചോദിക്കുന്നതെല്ലാം അതുപോലെ തന്നുകൊണ്ടിരിക്കുക. അത് നമ്മൾ വളരെ മനോഹരമായി പറയാറുണ്ട്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിങ്ങൾക്ക് നൽകുവാൻ കഴിവുള്ളൊരു ദൈവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കത്തിച്ച് വിടാറുണ്ട്. പക്ഷേ നാം എന്തുകൊണ്ടാണ് എപ്പോഴും ചോദിക്കുകയും നനയ്ക്കുകയും ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? ഇനിയും ഈ ഒരു സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ ആത്മീയ സത്യം, ഈ ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യരെ വിടുവിച്ച് അവരുടെ ആത്മീയമായ കണ്ണ് തുറന്ന് മറ്റൊരു വിധത്തിൽ ദൈവത്തോട് ബന്ധം പുലർത്തിയാൽ മാത്രമേ മനുഷ്യന് അവൻ്റെ മനുഷ്യത്വം പോലും നിലനിർത്തുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന വലിയൊരു തിരിച്ചറിവാണ് യേശുവിൽ കൂടെ മനുഷ്യരാശി പ്രാപിക്കേണ്ടത്. അതിനുവേണ്ടി യേശു എന്ത് ചെയ്തു? ദൈവത്തെ ഒന്ന് പുനർനിർവചിച്ചു. ഇത് ശ്രദ്ധിക്കാതെ കിടക്കുന്നൊരാശയമാണ്. യേശു ചെയ്ത ഒരു വലിയ കാര്യം ദൈവത്തെ പുനർനിർവചിച്ചു എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ദൈവസങ്കല്പത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കിയിരുന്ന വിധത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദൈവസങ്കല്പം നമുക്ക് നൽകി. അതാണ് ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന ആ ഒരു വെളിച്ചത്തിൽ കാണുവാൻ നമുക്ക് അവകാശവും അവസരവും നൽകിയത്. അപ്പോൾ യേശു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഒരു ചെറിയ പ്രാർത്ഥനയല്ല, അതൊരു വിപ്ലവാത്മകമായ ഒരു ആത്മീയ കാഴ്ചപ്പാടിൻ്റെ തിരുത്തലാണ് എന്ന് നാം തിരിച്ചറിയണം. അതുവരെ ദൈവത്തെ യുദ്ധവീരനായും ഞാൻ ഇതുവരെ പറഞ്ഞതുപോലെ മനുഷ്യൻ അർഹിക്കാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇട്ടുകൊടുക്കുന്ന ഒരു പ്രഭുവായും അല്ലെങ്കിൽ ഉദാരമതിയായ ഒരു വല്യപ്പനായും ഒക്കെ കണ്ടെങ്കിൽ യേശു അങ്ങനെയല്ല. സ്വർഗസ്ഥനായ പിതാവ്, മനുഷ്യനും ദൈവവുമായി ഉള്ള ബന്ധം, പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ അവിടെ നിലനിൽക്കേണ്ടത് അതിമോഹമല്ല, ചില ആനുകൂല്യങ്ങളുടെ മാത്രം പ്രതീക്ഷയല്ല. അവിടെ നിലനിൽക്കേണ്ടത് സ്നേഹമാണ്. ദൈവം സ്നേഹം തന്നെ. അതുകൊണ്ട് തന്നെ ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. അപ്രകാരമുള്ള ഒരു വലിയ തിരുത്തൽ. അങ്ങനെ നാം ദൈവത്തെ നമ്മുടെ സ്വർഗസ്ഥ പിതാവായി കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ വ്യക്തിത്വത്തിൽ ദൈവികമായ വളർച്ചയുണ്ടാകുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ എല്ലാ പഠിപ്പീരുകളും നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം, പ്രത്യാശ, ഉദ്ദേശം എന്താണ്? മനുഷ്യർ വളരണം, ക്രിസ്തുവാകുന്ന തലയോളവും വളരണം. ആത്മീയമായ വ്യക്തിത്വ രൂപീകരണമാണ് ക്രിസ്തീയ ആത്മീയ ദർശനത്തിൻ്റെ ഹൃദയഭാഗം എന്ന് ക്രിസ്ത്യാനി തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു. അതിനു പകരം വളരെ വികൃതവും ബാലിശവുമായ വിധത്തിലാണ് നാം ദൈവത്തെ സങ്കല്പിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനിയുടെ അതിമോഹത്തെ അവന് സാധിച്ചു കൊടുക്കുന്ന ഒരു ധാർമ്മിക ബോധം ഒട്ടുമില്ലാത്ത, തിരിച്ചറിവ് ഒട്ടുമില്ലാത്ത, ഒരു ബോധവുമില്ലാത്തൊരു സ്വത്വമായിട്ടാണ് ദൈവത്തെ സുറിയാനി ക്രിസ്ത്യാനി ഇപ്പോഴും മനസ്സിലാക്കുന്നതെന്ന് വളരെ വേദനയോടും അത്ഭുതത്തോടും പരിഭ്രമത്തോടും കൂടെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് ഏത് തോതിൽ വരെ ബോധമുണ്ട് അല്ലെങ്കിൽ ഒരു അവയർനെസ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ ബോധം വളരെ വർദ്ധിക്കേണ്ട കാലമാണിത്. കാരണം ഇന്ന് ക്രിസ്ത്യ സമൂഹത്തെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലും ഭാരതത്തിൻ്റെ പൊതുവായുള്ള സാഹചര്യത്തിലാണെങ്കിലും ആഗോളതലത്തിൽ നാം പരിഗണിക്കുമ്പോഴും
നമ്മെ ഏറ്റവും കൂടുതൽ പരിഭ്രമിപ്പിക്കേണ്ടത്, ദുഃഖിപ്പിക്കേണ്ടത് ക്രിസ്ത്യാനിയുടെ അല്പത്തരത്തിൻ്റെ ആ ഒരു പാപ്പരത്വമാണ്. ശോഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ ദാരിദ്ര്യം, അല്ലെങ്കിൽ വ്യക്തിത്വ ശോഷീകരണം സംഭവിച്ചതിൽ കൂടെ ആഗോളതലത്തിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യത്വത്തിൻ്റെ ദാരിദ്ര്യം, അതിൻ്റെ സാഹചര്യത്തിൽ മനുഷ്യത്വത്തിൻ്റെ തന്നെ രാജകീയ വിരുന്നായി സ്ഥിതി ചെയ്യാൻ വിളിച്ചാക്കപ്പെട്ട വിശ്വാസി ഒരു തെണ്ടിയായപ്പോയാൽ എന്ത് ചെയ്യും? ഈ ഒരു വലിയ പ്രതിസന്ധിയാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ഗോളത്തിൽ എൻ്റെ ശ്രദ്ധയിൽ ഏറ്റവും ശക്തിയോടെ പതിക്കുന്നത് എന്ന സമയത്ത് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ നാം നമ്മുടെ അന്വേഷണം ആരംഭിച്ചത് ഇസ്രയേൽ എന്ന വാക്കിൽ നിന്നാണ്. ഇസ്രയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? യുദ്ധം ചെയ്യുന്ന ദൈവം. ഒരു ജനതയുടെ സ്വത്വം യുദ്ധത്തിലാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഒരിക്കലും യഹൂദൻ സമാധാനമായിട്ട് ജീവിച്ചിട്ടില്ല. അതിൻ്റെ കാര്യം അവൻ്റെ പേരിൽ തന്നെയുണ്ട്, അതിൻ്റെ യുക്തി അവൻ്റെ പേരിൽ തന്നെയുണ്ട്. പക്ഷെ അവൻ്റെ പേരെങ്ങനെയാണ് ഉണ്ടായത്? അവൻ്റെ ദൈവസങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടായത്. യാഹ്വേ സിബയോത്ത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നല്ലേ പറയുന്നത്. സൈന്യങ്ങളുടെ യാഹ്വേ സിബയോത്ത് എന്ന് പറഞ്ഞാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. അപ്പോൾ ദൈവത്തിൻ്റെ ജോലി എന്താണ്? യുദ്ധം ചെയ്യുക. പിന്നെ എന്തെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കും. അതൊക്കെ പോയിട്ട് നമ്മുടെ പ്രശ്നമായ യുദ്ധമല്ല, നമ്മുടെ പ്രശ്നം നമ്മുടെ അതിമോഹമാണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു അതെല്ലാം തരുന്ന ഒരു കോസ്മിക് ക്രിസ്മസ് ഫാദറായിട്ട് നമുക്ക് ദൈവത്തെ അറിയാൻ സാധ്യമാകുകയുള്ളൂ. എന്നാൽ അങ്ങനെ ഒരു കോസ്മിക് ക്രിസ്മസ് ഫാദറെ ആരാധിക്കുന്നതുകൊണ്ട് നാം എല്ലാവരും തെണ്ടികളായി പോവുകയാണ്. തെണ്ടികളുടെ പ്രശ്നം ഒരിക്കലും അവരുടെ വ്യക്തിത്വം വളരുവാനും മനുഷ്യ മാഹാത്മ്യം ഒന്ന് രുചിച്ചറിയുവാൻ ജീവിതത്തിൽ ഒരിക്കലും അവസരമുണ്ടാകുന്നില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനികളെ നോക്കുമ്പോൾ, ഒരു വലിയ പാരമ്പര്യം പറയുന്ന മതിലെ കളിച്ച സുറിയാനി ക്രിസ്ത്യാനിയെ നോക്കുമ്പോൾ അതിലെത്ര പേർക്ക് മനുഷ്യത്വത്തിൻ്റെ വെളിച്ചമുണ്ട് എന്നത് നാം വളരെ ഞെട്ടലോടെ ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നാം വഴുതിപ്പോയി. എന്നാൽ ഈ ഒരു രോഗത്തിൻ്റെ ആരംഭം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ആയിരുന്നു. അത് തിരിച്ചറിഞ്ഞ യേശു മനുഷ്യൻ വെച്ചു പുലർത്തിയുന്ന ദൈവസങ്കല്പത്തിന് വിപ്ലവാത്മകമായ പരിവർത്തനം വരുത്തിയിട്ട് ദൈവത്തെ സൈന്യങ്ങളുടെ ദൈവമായിട്ടല്ല, ദൈവത്തെ ഒരു കോസ്മിക് ക്രിസ്മസ് ഫാദറായിട്ടല്ല, പിന്നെയോ ദൈവത്തെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചമായിട്ട് അവതരിപ്പിക്കുകയും മനുഷ്യർ അവരുടെ മനുഷ്യത്വത്തിൽ വളരുന്നതാണ് ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് നമ്മെ അറിയിക്കുകയും അങ്ങനെ മനുഷ്യർ വളരുമ്പോൾ അവർക്ക് കൈവശമാകുന്ന അനുഗ്രഹമാണ് സമൃദ്ധമായ ജീവൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. അപ്പോൾ ദയവായി ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക. നാം ദൈവത്തെ ആരാധിക്കുന്നു, അതിന് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നൊക്കെ പറയുമ്പോൾ നാം ദൈവത്തെ തന്നെയാണോ ആരാധിക്കുന്നത് അതോ നമ്മെ തെണ്ടികളാക്കാൻ മാത്രം ഉതകുന്ന സഹായിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്ത് നാം സ്ഥാപിച്ചിരിക്കുന്ന ഏതോ ഒരു വികൃതമായ പ്രതിഭാസത്തെയാണോ നാം ആരാധിക്കുന്നത്? അല്ലെങ്കിൽ വേറെ വിധത്തിൽ പറഞ്ഞാൽ നാം ദൈവത്തെയാണോ ആരാധിക്കുന്നത് അതോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അതിമോഹം, അത്യാർത്തി എന്ന് പറയുന്ന ഈ പൈശാചികമായ പ്രവണതയ്ക്ക് ദൈവികമായൊരു പരിവേഷം അണിയിപ്പിച്ച് അതിനെ ഒരു വിഗ്രഹമാക്കി അവിടെ സ്ഥാപിച്ച് അതിനെയാണോ നാം ആരാധിച്ചത് കൊണ്ടായില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം അല്ലെങ്കിൽ ആരാധിക്കണം. കാരണം അങ്ങനെയല്ല നടക്കുന്നത്. ആരാധിച്ചത് കൊണ്ടായില്ല. നാം ആരാധിക്കുന്നത് ആത്മാവായ സത്യം, സ്നേഹവും സത്യവുമായ ദൈവത്തെ ആണോ എന്ന ഒരു വലിയ അന്വേഷണ ബുദ്ധിയിൽ കൂടെ മാത്രമേ ആരാധിക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നത് സാത്താനെ ആയിരിക്കും. അതിമോഹം കൊണ്ട് നിങ്ങൾ ഏതെല്ലാം സാഹചര്യത്തിൽ ആരാധിക്കുന്നുവോ നിങ്ങൾ ദൈവത്തെ അല്ല സാത്താനെയാണ് ആരാധിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലാണ് യേശു അഭിമുഖീകരിച്ച മൂന്നാമത്തെ പരീക്ഷ. സാത്താൻ യേശുവിനെ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട്
അവൻ്റെ ഉള്ളിൽ അതിമോഹത്തിൻ്റെ അത്യാഗ്രഹം ഉണർത്തി അതിൽ കൂടെ അവനെ സാത്താൻ്റെ ശിഷ്യനാക്കി അധപ്പതിപ്പിക്കാനുള്ള തന്ത്രമാണ്, കൊടും തന്ത്രമാണ് സാത്താൻ അവിടെ പ്രയോഗിച്ചതെന്ന് ഒരു പക്ഷേ ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും. ആ പരീക്ഷയിൽ നാം എല്ലാവരും വീണു പോകുന്നെന്ന് മാത്രമല്ല, അങ്ങനെ വീഴുന്നതാണ് ദൈവത്തോടുള്ള ആരാധന എന്ന തികച്ചും അപഹാസ്യമായ ബാലിശമായ മതബോധമേ നമ്മുടെ ഇടയിൽ ഇപ്പോഴുള്ളൂ. ഇത് വളരെ സങ്കടകരമാണ്. കിട്ടുന്നതിനേക്കാൾ വ്യക്തിത്വത്തിൻ്റെ വിശാലതയിലേക്കും വെളിച്ചത്തിലേക്കും വളരുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന ഒരു തിരിച്ചറിവ് ക്രിസ്ത്യാനികൾക്കുണ്ടാകട്ടെ, കേരളത്തിലും ആഗോളതലത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കും.